ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പോകേണ്ടവരാണ് നമ്മൾ ഏവരും. ഭഗവാൻ കൃത്യമായി തന്നെ പറയുന്നു, ദൈവിക സമ്പത്ത് എന്ന് പറയുമ്പോൾ മറ്റൊരുത്തനെ ദ്രോഹിക്കാതെ, മറ്റൊരുത്തനെ ചതിക്കാതെ, വഞ്ചിക്കാതെ, മറ്റൊരുത്തനെ അർഹതപ്പെട്ടത് കവർന്നെടുക്കാതെ, എൻ്റെ തന്നെ പ്രയത്നത്തിലൂടെ എൻ്റെ തന്നെ വിയർപ്പ് ചീന്തുമ്പോഴും അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുമ്പോഴും ധാർമ്മികപരമായിരിക്കണം, ഈശ്വരേച്ഛയ്ക്ക് അനുസരിച്ചിട്ടുള്ളതായിരിക്കണം, ശാസ്ത്രനീതിക്ക് നിരക്കുന്നതായിരിക്കണം, അധാർമികതയുടെ ഒരു കണിക പോലും ഇല്ലാതെ എൻ്റെ അധ്വാനത്തിലൂടെ ഞാൻ ആർജിച്ചത് അളവിൽ കുറവാണെങ്കിലും അത് എനിക്ക് ശാശ്വതമായ സമാധാനത്തെ തരും. പാപക്കറ അല്പം പോലും എന്നിലേക്ക് എത്തിക്കുകയില്ല. എൻ്റെ കൂടെയുള്ള ഒരു ധനികൻ മറ്റുള്ളവരെ അടിച്ചു മാറ്റിയിട്ട് അവൻ എന്നോടൊപ്പം ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ ഇതര പ്രവർത്തനങ്ങളിലേക്കോ എത്തുമ്പോൾ അവൻ 1,00,000 കൊടുക്കുന്നു എന്നത് കണ്ട് ഞാൻ സങ്കടപ്പെടേണ്ടതില്ല. ധാർമ്മികപരമായും ഈശ്വരീയപരമായിട്ടുമാണ് ഞാൻ ആർജിച്ചതെങ്കിൽ ഞാൻ 1 രൂപ കൊടുത്താലും, ഒരു ചെറു തുട്ട് കൊടുത്താലും, ഭഗവാൻ അതിനുമപ്പുറം പറയുന്നു, ഭക്തിയോടും ഹൃദയശുദ്ധിയോടും നീ എനിക്കൊരു പുഷ്പം സമർപ്പിച്ചാൽ മതി. ഭഗവാൻ അതാണ് പറയുന്നത്. പുഷ്പമോ ജലമോ എന്തെങ്കിലും സമർപ്പിച്ചാൽ മതി. ഭഗവാന് നമ്മൾ സമർപ്പിക്കുന്ന വിഭവത്തിന്റെ മാർക്കറ്റ് വാല്യൂ ഒന്നും ഭഗവാൻ നോക്കില്ല. പക്ഷേ എൻ്റെ അധ്വാനത്തിലൂടെ ധാർമ്മികമായി ഞാൻ ആർജിച്ചത് വേണം ഭഗവാന് കൊടുക്കേണ്ടത്. അതായിരിക്കും നിർമ്മലമായിട്ടുള്ളത്. നിർമ്മലമായിട്ടുള്ളതിന് മാത്രമേ ഭഗവാന്റെ സമീപത്തേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ, ഭഗവാന് സമർപ്പിക്കാവൂ. ഇനിയോ ഞാൻ മറ്റു പലരുടെയും അർഹതപ്പെട്ടതും മറ്റു പലരെയും ചതിച്ചും വഞ്ചിച്ചും അടിച്ചു മാറ്റുകയും എൻ്റെ പബ്ലിസിറ്റിക്കും ശ്രേയസ്സിനും വേണ്ടി ഇതിൽ നിന്ന് കുറെ വിഹിതമെടുത്ത് ഭഗവാന് സമർപ്പിച്ചത് കൊണ്ട് എൻ്റെ പാപം തീരുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ സംബന്ധമാണ്. അതിന് യാതൊരു സാധ്യതയുമില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് അടിച്ചു മാറ്റി ഭഗവാനല്ല എന്ത് പ്രവൃത്തിക്ക് വേണ്ടി വിനിയോഗിച്ചാലും അവൻ ഒരിക്കലും ശാശ്വതമായ ഐശ്വര്യം ലഭിക്കില്ല എന്ന് മാത്രമല്ല, അവൻ ചെയ്ത അധാർമികതയുടെ ഫലം അവൻ തന്നെ ദുഃഖത്തിലൂടെയും സങ്കടത്തിലൂടെയും അനുഭവിച്ചു തീർക്കേണ്ടതായി വരും. ഇപ്പൊ ശബരിമലയുടെ കാര്യം എടുത്താൽ തന്നെ അത് സത്യമാണ്. ഏതോ ഒരാൾ കിലോ കണക്കിന് സ്വർണം കൊണ്ട് ശബരിമല പൊതിഞ്ഞു. ആ പൊതിഞ്ഞ വ്യക്തിക്ക് നിലവിൽ ഇന്ത്യയിലേക്ക് കാലെടുത്ത് കുത്താൻ പോലും കഴിയുകയില്ല. കാരണം മറ്റുള്ളവരെയും പലരെയും പറ്റിച്ച് അദ്ദേഹം ആർജിച്ചതാണ്. അപ്പൊ ഭഗവാന് തന്റെ സ്വത്ത് കുറെ കൊടുത്തു എന്നതുകൊണ്ട് ചെയ്ത പാപത്തിൽ നിന്ന് അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് ആരും മുക്തനാകില്ല. കാരണം ഭഗവാൻ പറയുന്നില്ല നീ മറ്റുള്ളവരുടെ ചതിച്ചും വഞ്ചിച്ചും എനിക്ക് സമർപ്പിക്കണമെന്ന്. തന്നെയുമല്ല, ഭഗവാൻ കൃത്യമായി തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ, സുഹൃതം സർവഭൂതാന. ഭഗവാന്റെ ഇച്ഛ അല്ലെങ്കിൽ ഭഗവാന്റെ ആഗ്രഹം അല്ലെങ്കിൽ ഭഗവാന്റെ ഇഷ്ടം എന്നത് സമസ്ത ജീവജാലങ്ങൾക്ക് സുഹൃതമാണ്. അതായത് എന്റെ കയ്യിൽ 10 രൂപയുണ്ടെങ്കിൽ ഞാനത് നേരെ ക്ഷേത്രത്തിലെത്തി കാണിക്ക ഇടുന്നതിനേക്കാൾ സുഹൃതമാണ് എന്റെ തൊട്ടരികിലോ അല്ലെങ്കിൽ എന്റെ അറിവിലോ ഒരാൾ ഒരു നേരത്തെ അന്നത്തിനോ ഒരു നേരത്തെ മരുന്നിനു വേണ്ടിയോ ബുദ്ധിമുട്ടുന്നു എന്ന വിവരം അറിയുകയാണെങ്കിൽ എന്നാൽ കഴിയാവുന്ന രീതിയിൽ ഒരു സഹായം ആ സാധുവിന് ചെയ്താൽ, 1 രൂപ ഉണ്ടെങ്കിലും ഒരു സഹായം ചെയ്താൽ ഭഗവാന് സമർപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭഗവാൻ അത് പ്രിയങ്കരമായി മാറും. അപ്പൊ ഭഗവാൻ എവിടെയും പറയുന്നില്ല നീ കിട്ടുന്നത് മുഴുവൻ എനിക്കൊണ്ട് സമർപ്പിക്കണമെന്ന്.